മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ചാർലി ഗിർവാദീസ് അങ്കമാലി. ദൈവത്തിന്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിനായിട്ട് നമുക്ക് ഏവർക്കും ദൈവത്തെ സ്തുതിക്കാം. അല്പനേര ചിന്തയ്ക്കായി പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ പൗരത്വത്തെക്കുറിച്ചിട്ടുള്ള സംഭാഷണമാണ് നാം വായിച്ചു കേട്ടത്. സഹസ്രാധിപൻ തൻ്റെ റോമാ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഈ പൗരത്വത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അത് നൽകുന്ന മാന്യതയും അംഗീകാരവും അധികാരവും മനസ്സിലാക്കി ഞാൻ ഏറിയ വില കൊടുത്ത് അത് സ്വന്തമാക്കി എന്നാണ്. അതിൻ്റെ വില കൊടുത്തത് താൻ തന്നെയാണ് എന്ന് മാത്രമല്ല, ഏറിയ വില കൊടുത്തു എന്ന് വെച്ചാൽ തനിക്ക് വഹിക്കുവാൻ കഴിയുന്നതിലും ഉപരിയായിട്ടുള്ള ഒരു വില കൊടുത്താണ് താൻ ഈ റോമാ പൗരത്വം സ്വായത്തമാക്കിയത് എന്നാണ് സഹസ്രാധിപൻ പറയുന്നത്. എന്നാൽ അതിന് മറുപടിയായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്നാണ്. ഞാൻ അതിനുവേണ്ടി ഒന്നും ചിലവാക്കിയിട്ടില്ല, ഞാൻ യാതൊരു വിലയും അതിനുവേണ്ടി കൊടുത്തിട്ടില്ല, അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടില്ല. ഞാൻ ആ പൗരത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവനാണ്. എങ്ങനെയാണ് പൗലോസിന് റോമ പൗരത്വത്തിൽ ജനിക്കുവാൻ തക്കോണം കഴിയുന്നത്? പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം നാം വായിക്കുമ്പോൾ, ഞാൻ കിലിക്കിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായൊരു യഹൂദനാകുന്നു എന്നാണ് പൗലോസ് ജനത്തോട് പറഞ്ഞത്. കിലിക്കിയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനാണ് പൗലോസ്. തന്നെയുമല്ല, താനൊരു യഹൂദനാണ് എന്ന് താൻ അവിടെ ഊന്നി പറയുന്നുണ്ട്. തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ഇസ്രയേൽ ജാതിക്കാരനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, തന്നെയുമല്ല എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായനാണ് താൻ എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു കിലിക്കിയ പൗരനായ യഹൂദനായ, തന്നെയുമല്ല എബ്രായനിൽ ജനിച്ച എബ്രായൻ എന്ന് സ്വയമേ വിശേഷിപ്പിക്കുന്ന പൗലോസിന് എങ്ങനെ ഒരു റോമാ പൗരനായി ജനിക്കുവാൻ കഴിയും? പൗലോസ് പറയുന്നത്, ഞാൻ ഈ പൗരത്വത്തിനു വേണ്ടി പരിശ്രമിച്ചിട്ടില്ല, അധ്വാനിച്ചിട്ടില്ല, ഒന്നും ചെലവാക്കിയിട്ടില്ല, എനിക്കതിന് കഴിയുമായിരുന്നില്ല. എന്നാൽ മറ്റൊരാൾ എനിക്ക് വേണ്ടി അതിന് വലിയ വില കൊടുത്തു. ആരായിരിക്കാം? ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഏറിയ വില കൊടുത്ത് ആ പൗരത്വം എനിക്കായി ഒരുക്കി വെച്ചു. അതുകൊണ്ട് ഞാൻ ഈ ശ്രേഷ്ഠമായ പൗരത്വത്തിന് ഉടമയായി എന്നാണ് പൗലോസിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, കിലിക്കിയിൽ ജനിച്ച പൗലോസിനെ പോലെ നാമും ഇന്ത്യൻ പൗരന്മാരായി ജനിച്ചവരാണ്. തന്നെയുമല്ല, നമുക്കതിൽ അഭിമാനം കൊള്ളുന്നവരുമാണ്. എന്നാൽ ഈ കർത്തൃ ദിവസം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ
നമുക്ക് ഏറെ അഭിമാനിക്കുവാനുള്ളത് ഈ ഇന്ത്യൻ പൗരത്വത്തെക്കാൾ അതിശ്രേഷ്ഠമായിരിക്കുന്ന ഏറിയ വിലയുള്ള ഒരു സ്വർഗീയ പൗരത്വത്തിന് നാം അവകാശികളാണ് എന്നുള്ളതാണ്. അമേരിക്കൻ പൗരത്വത്തെക്കാൾ വിലയേറിയ, ബ്രിട്ടീഷ് പൗരത്വത്തെക്കാൾ വിലയേറിയ, വിലമതിക്കുവാൻ ആകാത്ത ഒരു പൗരത്വത്തിന്, ഒരു സ്വർഗീയമായിരിക്കുന്ന പൗരത്വത്തിന് നാം അവകാശികളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പൗരത്വം ഏറ്റവും വിലയേറിയതാണ്. ഈ സ്വർഗീയ പൗരത്വം അത് സ്വായത്തമാക്കുവാനായിട്ട് നാം ഒരു വിലയും കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നാം ജനിക്കും മുമ്പേ തന്നെ സ്നേഹസ്വരൂപനായ നമ്മുടെ സ്വർഗീയ പിതാവ് ഏറ്റവും വലിയ വില കൊടുത്ത് ആ പൗരത്വം നമുക്കായി ഒരുക്കി വെച്ചു. എന്തായിരുന്നു ആ പൗരത്വത്തിന്റെ വില? മേശമേലിരിക്കുന്ന അപ്പവും വീഞ്ഞും നമ്മെ ഓർപ്പിക്കുന്നത് കാൽവരി ക്രൂശ് ഉയർത്തപ്പെട്ട മരക്കുരിശിന്റെ ചുവട്ടിൽ ഇറ്റിറ്റു വീണ തന്റെ പൊന്നോമനപുത്രന്റെ പുണ്യാഹ രക്തമാണ് ആ പൗരത്വത്തിന്റെ വിലയായി പിതാവായ ദൈവം നമുക്ക് വേണ്ടി കൊടുത്തത്. നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി തീർക്കുവാൻ പിതാവായ ദൈവം നൽകിയത് സ്വന്തം പുത്രന്റെ ജീവനാണ് എന്ന് നമുക്കറിയാം. ആ ഓർമ്മയുടെ മുമ്പിൽ, ആ തൃപ്പാദത്തിൽ നമുക്ക് വീണ് നമസ്കരിക്കാം. ആ കാൽപാദങ്ങളിൽ നമുക്ക് ചുംബനം ചെയ്യാം. ആ നാമത്തെ നമുക്ക് ഉയർത്താം. ആ പൗരത്വത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നമുക്ക് ആവോളം ശ്രമിക്കാം. അവിടുത്തെ പൊന്നുനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. രക്ഷകനില്ല